അങ്ങനെ തിരുവോണവും കഴിഞ്ഞു. എത്ര പെട്ടെന്നായാലും സമയം ഇങ്ങനെ പോകുന്നതേ. വൈകുന്നേരം നാമവും ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയും മക്കളും ചേട്ടനും ഒക്കെ വരുന്നത് കേട്ടോ പടക്കം പൊട്ടിക്കാനായിട്ടേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പം ചേട്ടന് ഭയങ്കര വാശിയായിരുന്നു പടക്കം വേണമെന്നുള്ളത്. അങ്ങനെ പത്തനാപുരത്ത് പോയി പടക്കമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരികെ വന്നത്. അപ്പോൾ ഇനി പടക്കം പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഈ ഓണത്തിന് നാട്ടിൽ ആരും ഇല്ലല്ലോ കൂട്ടിനെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് ചേച്ചിയൊക്കെ കുട്ടികളെയും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അതെന്തായാലും എനിക്കൊരു കൂട്ടുമായി. അതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആയിട്ട് തീരേണ്ട ഓണാഘോഷം ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് ആഘോഷിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു ഓണത്തിന് പടക്കം പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ സൈഡിൽ. നമ്മൾ വിഷുവിൻ്റെ അന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓണത്തിന് അങ്ങനെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. വടക്കോട്ടാണോ മലബാർ ഏരിയസിലാണോ അങ്ങോട്ടേക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഓണത്തിന്. അത് ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വേറൊരു വിഷമം ഫുള്ള് മഴയായിരുന്നു കേട്ടോ. തിരുവോണത്തിനാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഫുള്ള് മഴയായിരുന്നു, പക്ഷെ ട്രിവാൻഡ്രത്ത് അങ്ങനെ മഴയേ ഇല്ല. ഇനി ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് അവിടെ പെയ്തോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഈ വർഷത്തെ ഓണം ദാ ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണല്ലോ ഓണം എന്നുള്ളതും. അടുത്ത വർഷം ഇനി എങ്ങനെയാണ് എന്താണ് എവിടെയാണെന്ന് ആർക്കും ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞങ്ങളുടെ ഓണം ദാ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ ബൈ.